ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷസ് പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ നെയ്യാറ്റിൻകര വളാത്താങ്കര ആൽമ കൊലപാതകത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോൾ ഇത്രയും ദിവസമായിട്ടും അതിനെക്കുറിച്ച് ഒരു ശരിയായ വാർത്ത ഇതുവരെ വന്നിട്ടില്ല. കേൾക്കുമ്പോൾ വിഷമമുണ്ട്. എല്ലാവരും അൽമയെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം വീഡിയോ ചെയ്യുന്നു. വിഷ്ണുവിൻ്റെ ബന്ധുക്കളെല്ലാം വിഷ്ണുവിനെ വെള്ള പൂശുന്നു. അൽമയുടെ ബന്ധുക്കളും വിഷ്ണുവിനെതിരെ ആരും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അൽമയുടെ അച്ഛൻ മാത്രമാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് വിഷ്ണുവിൻ്റെ വിജയവും. വിഷ്ണു കാശിന് കാശ്, പിന്നെ സ്നേഹത്തിന് സ്നേഹമൊക്കെ കൊടുത്ത് ഇവരെ വെള്ള തേച്ച് ഇങ്ങനെ ആട്ടിൻതോലിട്ട ചെന്നായായിട്ട് അഭിനയിച്ച് ഇവരെല്ലാം കയ്യിലെടുത്ത് വയ്ക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അൽമയെ കൊല്ലുന്നതിന് മുമ്പ് എല്ലാവരോടും വിളിച്ച് സ്നേഹമായി സംസാരിച്ചത്. ഈ കൊലപാതകത്തിന് ശേഷം അവനെതിരെ ആരും മൊഴി പറയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 2 ദിവസം മുമ്പ് ഇത്ര സ്നേഹമായിട്ട് സംസാരിച്ച ആൾക്കെതിരായിട്ട് നമ്മൾ എങ്ങനെ സംസാരിക്കും എന്നുള്ള ഒരു മാനസിക പിരിമുറുക്കം, മനസാക്ഷി കുത്ത് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അതുകൊണ്ടായിരിക്കും അൽമയുടെ ബന്ധുക്കൾ ആരും വിഷ്ണുവിനെതിരായിട്ട് സംസാരിക്കാത്തതെന്ന് എനിക്ക് തോന്നുന്നു. എന്തു തന്നെയായാലും വിഷ്ണു പഠിച്ച കള്ളനാണ്. വിഷ്ണുവിന് സാമ്പത്തികമായിട്ടായാലും പ്രമാണിമാരാണ്. അവൻ്റെ ബന്ധുക്കൾക്ക് അവനെ ഇറക്കാൻ പറ്റും. അല്ല എങ്കിൽ അൽമയെ കൊന്നിട്ട് അവനും ചാകാമായിരുന്നല്ലോ. ഒരു കുട്ടികളില്ലാത്ത ഇനിയൊരു പെണ്ണിനെ പോലും കല്യാണം കഴിക്കാൻ പറ്റാത്ത ഒരാൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് അവൻ എന്തായാലും അൽമയെ കൊന്ന് ജയിലിൽ പോയാലും അവൻ്റെ സ്വത്തുക്കൾ അവന് അനുഭവിക്കാൻ പറ്റാതെ 10-14 വർഷം അന്യാധീനപ്പെടും. അപ്പോൾ ഇത് സ്വത്ത് വിഷയമൊന്നും അല്ല. അതിൽ മൂന്നാമതൊരാളുമില്ല. ഇവരുടെ ഇടയ്ക്ക് മൂന്നാമതൊരാൾ വരാൻ വിഷ്ണു ഒരിക്കലും അനുവദിച്ചിരുന്നില്ല. അൽമയും വിഷ്ണുവും മാത്രമേ ആ വീട്ടിലുള്ളൂ. അവിടെ മൃഗങ്ങളല്ലാതെ അവരുടെ ഇടയിൽ മൂന്നാമതൊരാളില്ല. മൂന്നാമതൊരാൾ വന്നത് തന്നെയാണ് അവരുടെ ജീവിതത്തിലെ പ്രശ്നം. അത് തന്നെയാണ് നമ്മളെല്ലാവരും സങ്കല്പിക്കുന്ന ആ കാമുകൻ വരാൻ കാരണം അൽമയ്ക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന അൽമ ഒരു കുഞ്ഞിന് വേണ്ടി പലതവണ ഹസ്ബൻഡിനോട് ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ ആവശ്യപ്പെട്ടിട്ട് അയാളുടെ ഈഗോ, അയാൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് പുറം ലോകം അറിയും എന്ന നാണക്കേട് മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാൻ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അൽമയെ ആശുപത്രി കൊണ്ടുപോകാൻ അയാൾ മടിച്ചിരുന്നു എന്നും ഒരു വീഡിയോയിൽ, ഒരു ന്യൂസ് ചാനലിൻ്റെ വീഡിയോ ഞാൻ കണ്ടു. ഒരുപക്ഷെ അൽമയെ ആശുപത്രി കൊണ്ടുപോകുമ്പോഴും ഈ കുഞ്ഞുങ്ങളില്ലാത്ത വിഷയം പുറത്തു വരും, ഭർത്താവിന് കംപ്ലൈൻ്റ് ആണെന്നുള്ള കാര്യം പുറത്തു വരും എന്നതുകൊണ്ടായിരിക്കാം അൽമയെ അയാൾ കൊണ്ടുപോകാതിരുന്നത്. അതും മാത്രമല്ല, അൽമയെ ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനും സമ്മതിക്കില്ല. അൽമയെ ഒരു വീട്ടുതടങ്കലിൽ പോലെ ഇങ്ങനെ ഇട്ടിരുന്നപ്പം അൽമ വീർപ്പ് മുട്ടി തുടങ്ങിയിരുന്നു. വർഷം 10 ആയില്ലേ. അൽമയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്ത് കടക്കണം എന്ന് ഇയാളിൽ നിന്ന് ഒരു മോചനം വേണമെന്ന് അൽമ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. അങ്ങനെയാണ് അൽമ ഈ ഫുഡ് കൊണ്ടുവരുന്ന ഡെലിവറി ബോയുമായിട്ട് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാക്കുകയും അവൾക്ക് എങ്ങനെയെങ്കിലും ഒരാളെ കയ്യിലായി അവൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് ബോധപൂർവം അവളൊരു കാമത്തിനോ പ്രേമത്തിനോ വേണ്ടി അവൾ പോയതല്ല. ഇവൻ്റെ കയ്യിൽ നിന്നും, ഈ സൈക്കോയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം അവളൊരു പ്രേമം അവൾ സെലക്ട് ചെയ്തതാണ്. അത് വിഷ്ണുവിനോടുള്ള എല്ലാ തരത്തിലുള്ള ഒരു വാശിക്ക് വേണ്ടി തന്നെയാണ് അവൾ അങ്ങനെ ഒരു പ്രേമം സെലക്ട് ചെയ്തത്. അത് വിഷ്ണുവിനെ ചൊടിപ്പിക്കുകയും ആ പേരിൽ തന്നെയാണ് ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവളെ പല തരത്തിൽ കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി ഇവളെ ബ്രെയിൻ വാഷ് ചെയ്ത് മാറ്റാനൊക്കെ ശ്രമം നടത്തി. പക്ഷേ അൽമ വിഷ്ണുവായിട്ടുള്ള ജീവിതം തീർത്തും പറ്റില്ല എന്നുള്ള സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുകയും ഇവൾ എന്നെ കൈവിട്ട് പോകും, ഇവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോയി വേറൊരുത്തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും, ഞാൻ മലടനാണ്, എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല എന്ന് ലോകം എന്നെ കളിയാക്കും എന്ന് അത് സമൂഹം അറിയും എന്നുള്ള ഒരു ഷെയിം, ഒരു അപകർഷതാ ബോധം അവൻ്റെ ഉള്ളിൽ ഇരിക്കുകയും നീ മറ്റൊരുത്തനോട് ജീവിക്കുന്നത് എനിക്ക് കാണാൻ പറ്റില്ല എന്നുള്ള ഒരു ഈഗോയുടെ പുറത്ത് തന്നെയാണ് അൽമയെ കൊന്നത്. അവൻ വിചാരിച്ച വിധത്തിൽ അൽമയെ മാറ്റിയെടുക്കാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് അൽമ വിദേശത്തെങ്കിലും പോയി അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ, ആ വീട്ടിൽ അവളൊരു തടങ്കല്ലായിരുന്നു. അപ്പോൾ വിദേശത്ത് പോയെങ്കിലും ആ പേരിലെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൾ കരുതി. അപ്പോൾ വിദേശത്ത് പോകാനുള്ള ആ അവസാനഘട്ട നിമിഷത്തിൽ ഇവൾ കൈവിട്ടു പോകും, ഇവൾ വിദേശത്ത് പോകുന്നു എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് രക്ഷപ്പെടാനാണ് അൽമ ശ്രമിക്കുന്നത്, അവൾ മറ്റൊരുത്തനോടൊപ്പം പോകും, കാമുകനോടൊപ്പം പോകും എന്ന് അൽമയും, അത് ഇയാൾ ഇതിനെ ചൊല്ലി തർക്കം ഉണ്ടാകുമ്പോൾ അൽമയും ഞാൻ പോകും എന്ന് പറഞ്ഞത് വിഷ്ണുവിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവണം. അൽമയും പോകും എന്നുള്ള സ്റ്റാൻഡിൽ തന്നെ ഇതുവരെ അൽമ വിഷ്ണു പറഞ്ഞത് അതേപടി അനുസരിക്കുന്ന ഒരു പാവ മാത്രമായിരുന്നു. ഇപ്പോൾ സഹനത്തിൻ്റെ പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ അൽമയും പ്രതികരിച്ചിട്ടുണ്ടാവും.
ഞാൻ പോകുമെന്ന് തന്നെ അൽമ ഉറപ്പായിട്ടും പറഞ്ഞത് തന്നെയാണ്. ബ്രെയിൻ വാഷ് ചെയ്തിട്ടും കൗൺസിലിംഗ് കൊടുത്തിട്ടും ഒന്നും കാര്യമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ആയിരിക്കണം വിഷ്ണു അൽമയെ കൊന്നു കളഞ്ഞത്. അതല്ലാതെ ഇവിടെ സ്വത്ത് വിഷയമോ മറ്റ് വിഷയമോ ഒന്നുമല്ല. അവൻ്റെ കുറവ് പുറം ലോകം അറിയരുത്. അതുകൊണ്ടാണ് അവസാന നിമിഷം അൽമ കൈവിട്ടു പോകുമെന്നായതുകൊണ്ടായിരിക്കാം അൽമ എങ്ങനെയെങ്കിലും മരിച്ചാൽ മതിയെന്ന് വിഷ്ണു ആഗ്രഹിച്ചതും വിഷ്ണു അവനെ ആശുപത്രി കൊണ്ടുപോകാൻ മടിച്ചതും. എന്തെങ്കിലും ഒരു രോഗം വന്ന് അൽമ മരിച്ചാലും നഷ്ടമില്ല എന്ന് വിഷ്ണുവിന് തോന്നി. കാരണം എൻ്റെ ചൊൽപ്പടിയിൽ നിന്ന് വഴുതിപ്പോയി അൽമ, എൻ്റെ ചൊൽപ്പടിക്ക് ഇപ്പം നിൽക്കുന്നില്ല എന്ന ബോധ്യം വിഷ്ണുവിന് വന്നതുകൊണ്ടായിരിക്കും അൽമയ്ക്ക് ട്രീറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ വിഷ്ണു മടിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും ആ കുഞ്ഞൊരു സാധു കുഞ്ഞാണ്. ആരെയും ദ്രോഹിക്കാത്ത അവിച്ചതെല്ലിന് വാതുറക്കില്ല എന്നൊക്കെ നമ്മളൊരു പഴഞ്ചൊല്ലു കേട്ടിട്ടുണ്ട്. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് അൽമ. അവൾ സംസാരിച്ചാൽ പോലും വെളിയിൽ കേൾക്കത്തില്ല. എന്ത് കാര്യം പറഞ്ഞാലും ചേട്ടനോട് ചോദിക്കട്ടെ, വിഷ്ണുവിനോട് ചോദിച്ചിട്ടേ അവൾ ചെയ്യുമായിരുന്നുള്ളൂ. അത്രയ്ക്ക് അവനെ അതുപോലെ കണ്ണും അടച്ച് വിശ്വസിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഇവന് ഒരല്പം കൂടെ മനുഷ്യത്വവും കുറച്ച് സ്വാതന്ത്ര്യവും കുറച്ച് കരുണയും ഒക്കെ അവളോട് കാണിച്ചിരുന്നുവെങ്കിൽ അവൾ കുഞ്ഞിനെ ദത്തെടുത്ത് കൊടുത്തില്ലെങ്കിലും ഒരുപക്ഷെ അവനോടൊപ്പം അവൾ ജീവിക്കുമായിരുന്നു. പക്ഷേ അവൻ വല്ലാതെ അവളെ ശ്വാസം മുട്ടിക്കുകയും വല്ലാതെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുത്തി ഒരു വീട്ടു തടങ്കലിലിടുകയും ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് അൽമ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചത്. പക്ഷേ ആ രക്ഷപ്പെടൽ അവൻ അവസാനത്തെ രക്ഷപ്പെടലാക്കി അവളെ സ്വർഗത്തിലേക്ക് അയച്ചു എന്നുള്ളത് ആയിപ്പോയി. എന്തായാലും ആ കുഞ്ഞിന് ഇങ്ങനൊരു ഗതി വന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ട്. പ്രത്യേകിച്ച് മൃഗസ്നേഹികളായ എന്നെപ്പോലെയുള്ള എല്ലാവർക്കും വിഷമമുണ്ട്. കാരണം ഒരു പൂച്ചക്കുഞ്ഞ് പോലും ആരെങ്കിലും കൊണ്ട് ഉപേക്ഷിച്ച് എവിടെയെങ്കിലും കരച്ചിൽ കേട്ടാൽ ആ രാത്രി അവൾ ഉറങ്ങില്ല. ആ പൂച്ചക്കുഞ്ഞിനെ കാട് മൊത്തവും നടന്ന് കണ്ടുപിടിച്ച് അതിനെ വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ രക്ഷിച്ചാൽ മാത്രമേ അവൾ സമാധാനത്തോടെ ഉറങ്ങുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൊച്ചിന് എങ്ങനെ ഈ ഗതി വന്നു എന്നാലോചിക്കുമ്പോൾ വളരെ വളരെ വിഷമമുണ്ട്. അവന് അത്രയ്ക്ക് അവളോട് സ്നേഹം കൊണ്ടായിരുന്നു. അവൾ നഷ്ടപ്പെടും എന്നുള്ള സങ്കടം കൊണ്ടാണ് കൊന്നിരുന്നുവെങ്കിൽ അവനും കൂടെ ചാവുമായിരുന്നു. അവളെയും കൊന്ന് അവനും ചാവുമായിരുന്നു. അപ്പോൾ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നത് കാണാൻ വയ്യാത്ത വിരോധം കൊണ്ട് തന്നെയാണ് അവളെ കൊന്നത്. അതുകൊണ്ടാണ് അവൻ ചാവാതിരിക്കുന്നത്. അവന് ജീവിക്കണം, പക്ഷെ അവൾ ഈ ഭൂമിയിൽ വേണ്ട. അവൾ മറ്റൊരുത്തനോടൊപ്പം ജീവിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. അവളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കണം. അതായിരുന്നു അവൻ്റെ ലക്ഷ്യം. അപ്പോൾ അന്വേഷണങ്ങൾ തെറ്റായ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എത്രയും വേഗം അൽമയ്ക്ക് നീതി കിട്ടട്ടെ.